അങ്ങനെ ഞങ്ങൾ ഗാലറി മോളിലുള്ള ആപ്പിൾ സ്റ്റോറിലോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് റോണിയുടെ ഫോണിനൊരു ചെറിയ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞൊരു 50 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സർവീസ് പ്രൊവൈഡർ വരും. അപ്പോൾ എന്തായാലും ഒരു 50-20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ പോയി സ്റ്റോറെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു, എല്ലാ ഐഫോൺ സീരീസ്, പിന്നെ ഞാൻ സ്മാർട്ട് വാച്ച് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഈ ടാബിൽ ആ സ്മാർട്ട് വാച്ചിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് റേഞ്ച്, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം. പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് ഒരു 2000 തൊട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് നോക്കുകയാണ്, അതിൻ്റെ ഫങ്ഷൻസും എല്ലാം അറിയാം. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സർവീസ് പ്രൊവൈഡർ വന്നു. അടിപൊളി സർവീസായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന നടത്തില്ല. നമ്മുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം പറഞ്ഞു, അവരതെല്ലാം ക്ലിയർ ചെയ്ത് തന്നു. ഇതെല്ലാം ഫ്രീ സർവീസായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഹെഡ്ഫോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2000 ദിർഹമാണ് കേട്ടോ. അപ്പോൾ നാട്ടിലൊരു 40,000 രൂപയാണ്. എന്നാലും നമുക്കത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ, എന്തായാലും നമുക്ക് അവിടെ ഇരിക്കുന്നില്ല. അങ്ങനെ ഞാൻ സോങ് ഒക്കെ വെച്ച് അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ സ്റ്റോറാണ് കേട്ടോ. ഇത് ഗാലറി മോളിലാണ് വരുന്നത്. ഇത് കാണാൻ തന്നെ അടിപൊളിയാണ്, ഇതിൻ്റെ ആർക്കിടെക്ചറും എല്ലാം. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്.